ഹലോ മക്കളെ, +2 മാത്സിൽ വളരെ സുഖമായിട്ട് മാർക്ക് നേടാൻ സാധിക്കുന്ന ചാപ്റ്ററാണ് 3D ജോമെട്രി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു ഫോമിൽ മാത്രം പഠിക്കും. ഞാനിവിടെ പറയുന്ന ഒരു ഫോമിൽ മാത്രം പഠിക്കൂ. ആ കാണുന്ന ഫോമിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എന്തായാലും 100% പറയുന്നു 4 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. 4 മാർക്ക് നേടാൻ വേണ്ടി ഒരു ഫോർമുല. ഇതാണ് ആ കാണുന്ന ഫോർമുല. എന്തിന്റെ ഫോർമുലയാണിത്? ഡിസ്റ്റൻസിന്റെ ഫോർമുല. ഏതിന്റെ ഡിസ്റ്റൻസ്? 2 ലൈൻസ് ഉണ്ട്. 2 ലൈൻസിന്റെ ഡിസ്റ്റൻസിന്റെ ഫോർമുലയാണ് ഈ കിടക്കുന്നത്. ഇവിടെ 2 ലൈൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. r vector is equal to a1 vector plus lambda b1 vector and r vector is equal to a2 vector plus mu b2 vector. ഇങ്ങനെ 2 ലൈൻസിന്റെ വെക്റ്റർ ഫോമാണിത് ഈ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 2 ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര, ദൂരം എത്ര എന്നാണ് ചോദ്യം. ഫോമിൽ നോക്കൂ മക്കളെ, ലാംഡയ്ക്കും മ്യൂക്കും, അതായത് കോൺസ്റ്റന്റിന്റെ ഒപ്പമുള്ളവനാണെന്ത് എൻ്റെ b1 വെക്ടറും b2 വെക്ടറും. b1 ക്രോസ് b2 ഡോട്ട്. എനിക്ക് ലാംഡ മ്യൂ ഇല്ലാത്ത 2 വെക്ടേഴ്സ് ഉണ്ടല്ലോ, a1 ഉം a2, അവർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക a2 മൈനസ് a1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് എന്താണ്, ടോട്ടലി പുറത്തൊരു മോഡുലസ് ആണ്. ഇതാണ് ഫോർമുല. നമ്മൾ നേരെ തന്നെ b1 വെക്ടറും a1 വെക്ടറും a2 വെക്ടറും b2 വെക്ടറും എല്ലാം തന്നെ എഴുതി വെക്കാം ഒരു ചോദ്യത്തിനകത്ത്. ഇതാണ് ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ എക്സാമിന് ചോദ്യം. എല്ലാവരും ചിന്തിക്കാം, ഇതിനകത്ത് ലാംഡയും മ്യൂനും, ലാംഡയ്ക്കും മ്യൂക്കും ഒപ്പമുള്ള വെക്ടേഴ്സ് ഏതാണോ അതാണ് എൻ്റെ b1 വെക്ടറും എൻ്റെ b2 വെക്ടറും. അപ്പോൾ എല്ലാവർക്കും നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ലാംഡയ്ക്ക് ആരുണ്ട്, i മൈനസ് j പ്ലസ് കെ. സോ എൻ്റെ b1 വെക്ടർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് i മൈനസ് j പ്ലസ് കെ. ആൻഡ് b2 വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, എൻ്റെ മ്യൂനോട് ഒപ്പം നിൽക്കുന്ന വെക്ടർ, അതായത് 2i പ്ലസ് j പ്ലസ് 2k. നമുക്കിതാ 2 വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ആവശ്യം എന്താണ്, ഈ പറയുന്ന വെക്ടേഴ്സ് മാത്രമല്ല, നമുക്ക് എന്താണ് ഇവിടെ ഫോമിലേക്കകത്ത് a1 ഉം a2 ഉണ്ട്. നോക്കൂ, എൻ്റെ b1 ഇവിടെയാണ്. b1ന് ഒപ്പം നിൽക്കുന്നവനാണ് എൻ്റെ a1. സോ അവൻ a1 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് i പ്ലസ് 2j പ്ലസ് k. ആൻഡ് b2നോടൊപ്പം നിൽക്കുന്നവൻ a2, അതായത് 2i മൈനസ് j മൈനസ് കെ. സോ നമുക്ക് എന്താണ്, നമുക്ക് a1 ഉം a2 ഉം b1 ഉം b2 ഉം കിട്ടി. ആദ്യമായിട്ട് ആവശ്യം a2 മൈനസ് a1. ഞാനിത് അവിടെ a2 മൈനസ് a1 കാണാൻ വേണ്ടി പോകുന്നു. നമ്മൾ എങ്ങനെയാണ് a2 മൈനസ് a1 കാണുക? ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. കറസ്പോണ്ടിങ് കോമ്പണൻസ് സബ്ട്രാക്ട് ചെയ്യുക. അവിടെ സബ്ട്രാക്ഷൻ ആണ്, അതുകൊണ്ട് കറസ്പോണ്ടിങ് കോമ്പണൻസ് നമ്മളതാണ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് ഇവിടെ i കോമ്പണൻറ്റ് 2i മൈനസ് j, ദാറ്റ്സ് ഓൾ. 2i മൈനസ് j നമുക്കറിയാം അതെന്താണ്, അത് 2i മൈനസ് i അതെന്താണ്, ഇറ്റ് സെയിം ആസ് i. 2i എന്നൊരു i കുറയ്ക്കുക, അതായി. അടുത്തെന്താ മക്കളെ, മൈനസ് j മൈനസ് 2j മൈനസ് j മൈനസ് 2j ഇറ്റ് സെയിം ആസ് മൈനസ് 3j. അവസാനമായിട്ട് എന്തുണ്ട്, മൈനസ് k ഇറ്റ് സെയിം ആസ് മൈനസ് 2k. നമ്മൾ ഈ കാണുന്ന a2 നിന്ന് a1 സബ്ട്രാക്ട് ചെയ്തു, അവസാനിച്ചു. ഇതാണ് നമ്മുടെ a2 മൈനസ് a1 എന്ന് പറയുന്നത്. പിന്നെ എന്താ ആവശ്യമുണ്ട്, b1 ക്രോസ് b2 ആവശ്യമുണ്ട്. ഞാൻ നേരെ പോയിട്ട് ഇതാ b1 ക്രോസ് b2 കാണുന്നു. എങ്ങനെയാണ് b1 ക്രോസ് b2 കാണുക? നമ്മൾ വെക്ടർ പഠിച്ചിട്ടുണ്ട്, i j k എഴുതി. ഈ പറയുന്ന b1 വെക്ടർ അതാണ് ആദ്യം. അതിൻ്റെ i j k കോഎഫിഷ്യൻസ് എഴുതി വയ്ക്കുക. അതാ 1 ഉണ്ട് ഇവിടെ, ഇവിടെ -1 ഉണ്ട്, 1. സോ 1 മൈനസ് 1 1 മൈനസ് 1 1. അടുത്ത b2 വെക്ടർ, ഇവനാണ് b2 വെക്ടർ. അവൻ്റെ 2 1 2. ഓക്കെ, എല്ലാവരും ഐൻ്റെയും ജെയിൻ്റെയും കെയിൻ്റെയും കോമ്പണൻസ് മാത്രം എഴുതുന്നതാണ് 2 1 2 എന്ന് കിട്ടും. 2 1 2 അത് എഴുതി വെച്ചു. ഐ ജെ കെ ക്രോസ് കാണാം, i ഇൻറ്റു i കണ്ടു ചെയ്യുന്ന റോയും കോളം പോയി, ബാക്കിയുള്ളതിന് ഡിറ്റർമിനൻറ്റ് ഇറ്റ് സെയിം ആസ് -2 -1, അതായത് -3 എന്ന് കിട്ടി. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു, ഇതാ ജെ ക്യാപ്പോട് എഴുതി, ജെ ക്യാപ്പ് ഇൻറ്റു ജെ ക്യാപ്പ് കണ്ടു ചെയ്യുന്ന റോയും കോളം കളഞ്ഞു, ബാക്കിയുള്ളതിന് ഡിറ്റർമിനൻറ്റ് ഇറ്റ് സെയിം ആസ് 1 × 2 2 മൈനസ് 2 ഇറ്റ് ഈസ് 0 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കെ കണ്ടു ചെയ്യുന്ന റോയും കോളും കളഞ്ഞു, ബാക്കി എന്തുണ്ട് മക്കളെ, 1 മൈനസ്. ഓക്കെ, 1 മൈനസ് 2 × -1 ഇറ്റ് ഈസ് -2, അതായത് +2 എന്ന് കിട്ടി. സോ -3i ക്യാപ്പ്, ജെ ക്യാപ്പ് ഇല്ല, ജെ ക്യാപ്പ് 0 ആണ്, 0 ജെ ക്യാപ്പ് പ്ലസ് 1 + 2 3 3k ക്യാപ്പ്.
ഇതാണ് എന്തെൻ്റെ B1 ക്രോസ് B2 എന്ന് പറയുന്നത്. സോ A2 - A1 ലഭിച്ചു, B1 ക്രോസ് B2 ലഭിച്ചു. ഞാൻ എൻ്റെ ഫോമിൽ നോക്കുമ്പോൾ എന്താണ് മക്കളെ, B1 ക്രോസ് B2 ഡോട്ട് A2 - A7. ഇതാണ് ആവശ്യമുള്ള കാര്യം. ഞാൻ നേരെ തന്നെ എന്ത് ചെയ്തു, ഞാൻ നേരെ തന്നെ B1 ക്രോസ് B2 ഡോട്ട് A2 - A7 കാണുന്നു. ഓക്കെ, B1 ക്രോസ് B2 ഡോട്ട് A2 - A7 ഈക്വൽ ടു B1 ക്രോസ് B2 നമുക്കറിയാം, അത് ഈ കാണുന്ന വെക്ടറാണ്. -3i പ്ലസ് 0j പ്ലസ് 3k ഡോട്ട് A2 - A7 i -3j -2k i -3j -2k. മക്കളെ, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാം കറസ്പോണ്ടിങ് കോമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടുത്തെ i കോമ്പണൻറ്റ് -3 × 1 ഇറ്റ് ഇസ് സെയിം ആസ് -3 പ്ലസ് 0 × എനി നമ്പർ ഇറ്റ് 0 അവസാനിച്ചു. അവസാനമായിട്ട് k നോക്കാം. ഇവിടെ k, ഇവിടെ k. എന്താ kയുടെ കോഎഫിഷ്യന്റ് നോക്കുമ്പോൾ എന്താണ് 3ഉം -2. 3 × -2 ഇറ്റ് ഇസ് സെയിം ആസ് -6. എന്ത് കിട്ടി? -3 -6 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് -9. സോ B1 ക്രോസ് B2 ഡോട്ട് A2 - A7 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് -9 എന്ന് കിട്ടി. ഇത് മാത്രം പോരാ, നമ്മുടെ ഫോമിൽ എന്തുണ്ട്, മോഡുലസ് ഓഫ് B1 ക്രോസ് B2 കൂടി ബാക്കിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ നേരെ തന്നെ ഇതാ B1 ക്രോസ് B2 കൂടി ഉണ്ട്. ഈ കാണുന്ന B1 ക്രോസ് B2വിൻ്റെ മോഡുലസും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഇതാണ് എൻ്റെ B1 ക്രോസ് B2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവൻ്റെ മോഡുലസ് ആണ് ആവശ്യം, അതായത് മോഡുലസ് ഓഫ് B1 ക്രോസ് B2. എന്താ, അയ്യോ ഇത് B1 ക്രോസ് B2 ആണ്. നമുക്ക് എന്താ ആവശ്യം, നമുക്ക് മോഡുലസ് ഓഫ് B1 ക്രോസ് B2 ആണ് ആവശ്യം. ഇറ്റ് ഇസ് സെയിം ആസ് റൂട്ട് ഓഫ് ഓരോ കോമ്പണൻസിൻ്റെയും നിങ്ങൾ സ്ക്വയർ എടുക്കുക. അതായത് -3 സ്ക്വയർ 9 പ്ലസ് 0 സ്ക്വയർ 0, 3 സ്ക്വയർ 9. സോ 9 + 9 ഇറ്റ് ഇസ് സെയിം ആസ് √18. അത് കിട്ടി. നേരെ തന്നെ പോയി എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ D ഈക്വൽസ് നമുക്കറിയാം B1 ക്രോസ് B2 ഡോട്ട് A2 - A7 ആണ് എൻ്റെ മേലെ വരുന്നത്. ഇതേ നോക്കിയേ, ഇതേ മേലെ ആരാണ്, B1 ക്രോസ് B2 ഡോട്ട് A2 - A7. അതാരാണ്, അത് മറ്റാരുമല്ല, ഇറ്റ് ഇസ് സെയിം ആസ് -9 കിട്ടിയിട്ടുണ്ട്. ഇതാ -9 ഞാൻ എഴുതി. ഒരു കാര്യം ആരും മറക്കരുത്, മോഡലസ് ഇടാൻ വേണ്ടി ഇതാ ടോട്ടലി മോഡലസ് ഇട്ടു. ഡിവൈഡഡ് ബൈ മോഡലസ് ഓഫ് B1 ക്രോസ് B2 നമുക്കറിയാം, അത് √18 ആണ്. സോ ദ ആൻസർ ഇസ് നത്തിങ് ബട്ട് നമുക്കറിയാം മക്കളെ 9/√18. കാരണം മോഡലസ് എന്ന് പറയുമ്പോൾ അതെന്താ, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കും. ഡിസ്റ്റൻസ് വുഡ് ബി ഓൾവേസ് പോസിറ്റീവ്. അതിനാണ് നമ്മൾ എന്ത് ഈ കാണുന്ന മോഡലസ് ഇടുന്നത് 9/√18. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവനെ സിംപ്ലിഫൈ ചെയ്ത് കുറച്ചും കൂടി മനോഹരമാക്കി എഴുതാൻ വേണ്ടി സാധിക്കും. അതായത് ഈ പറയുന്ന 9 ഡിവൈഡഡ് ബൈ √18 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെയിം ആസ് 3√2. 3√2 ആണ്. ഇതെങ്ങനെ കിട്ടും, നിങ്ങൾ 18 പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 18ൽ പോകുന്ന ഒരു പ്രൈം നമ്പർ നോക്കുക, അതാരാ, അത് 2 ആണ്. എത്ര വട്ടം പോവും, 9 ടൈംസ്. 3 പോയി 3 ടൈംസ്. 2 പേരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഒരാളെ മാത്രം എഴുതുക. അതായത് ഇത് നമുക്ക് എന്താണ്, 2 പേരുടെ 3യുടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. 3ൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി 2 പേരുടെ. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് ഒരു 3നെ മാത്രം എഴുതുക. ഇതാ ഒരാളെ മാത്രം പുറത്തെഴുതി. ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്മൾ എന്താണ്, റൂട്ട് ഇട്ട് കൊടുക്കുക. ഇത് അവൻ ഒറ്റയ്ക്കാണ്, അവന് റൂട്ട് വേണം, അവൻ്റെ മാറും, അവന് √2 ആയിട്ട് മാറും. സോ എന്താ, ഇവിടെ 3 ഉണ്ട്, √2 ഉണ്ട്, 3√2. അങ്ങനെയാണ് നമ്മളെന്ത് √18നെ മാറ്റി എഴുതുന്നത്. ഈ കാണുന്ന 3 × 9 3 ടൈംസ്. ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് 3/√2. ഇങ്ങനെ എഴുതാം. എങ്ങനെ വേണമെങ്കിലും മാറ്റെഴുതിക്കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആൻസർ മനോഹരമാക്കാൻ വേണ്ടി സാധിക്കും. ഇത്ര മാത്രമാണ് ഈ കാണുന്ന ചോദ്യം വരുന്നത്. ഈ കാണുന്ന ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് 4 മാർക്ക് ലഭിക്കും. എല്ലാവരും മനസ്സിലാക്കുക, എക്സാമിൻ്റെ 100% ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 100%, 100%. ഓക്കെ, സോ എല്ലാവരും ഈ ഒരു ചോദ്യം പഠിക്കൂ. എക്സാമിന് നേരെ തന്നെ ഈ കാണുന്ന ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതി വെക്കൂ. ദാറ്റ്സ് ഓൾ മക്കളെ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ പോലും എക്സാമിന് കാണാൻ വേണ്ടി സാധിക്കില്ല. സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ ഓൾ. താങ്ക് യു.